ദൈവത്തിന് മഹത്വം. നമ്മുടെ പ്രതിദിന ആഹാരം മെയ് 11. ജീവൻ, സ്നേഹം, പോഷണം. ഇതു നിങ്ങൾക്ക് വേണ്ടി നൽകുന്ന എൻ്റെ ശരീരം, എൻ്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യുവീൻ. ലൂക്കോസിൻ്റെ സുവിശേഷം 22-ാം അധ്യായം 19-ാം വാക്യം. എൻ്റെ മുത്തശ്ശിയുടെ ചരമവാർഷികത്തിൽ ഞാനും ഭർത്താവും അവരുടെ കല്ലറ സന്ദർശിച്ച അവിടെ റോസാപ്പൂക്കൾ അർപ്പിച്ചു. എൻ്റെ ഭർത്താവ് എൻ്റെ മുത്തശ്ശിയെ കണ്ടിട്ടില്ല. അതിനാൽ അവരെക്കുറിച്ച് എന്നോട് അദ്ദേഹം ചോദിച്ചപ്പോൾ ഞാൻ അവരുടെ പ്രിയപ്പെട്ട ഗീതങ്ങൾ ആലപിച്ചു. അവരുടെ വിപുലമായ ക്രിസ്മസ് ഭക്ഷണത്തെക്കുറിച്ച് സംസാരിച്ചു. കാട്ടുകൂൺ എങ്ങനെ കണ്ടെത്താമെന്ന് അവർക്ക് അറിയാമായിരുന്നുവെന്ന് ഞാൻ അദ്ദേഹത്തോട് ഒരു പുഞ്ചിരിയോടെ പറഞ്ഞു. ശാരീരികമായി മുത്തശ്ശി ഞങ്ങളോടൊപ്പം ഉണ്ടായിരുന്നില്ലെങ്കിലും അവരുടെ കല്ലറ സന്ദർശിക്കുകയും അവരുടെ കഥകൾ പങ്കിടുകയും ചെയ്ത് അവരുടെ സ്നേഹത്തിൻ്റെയും ജീവിതത്തിൻ്റെയും ഭക്ഷണത്തിൻ്റെയും ഓർമ്മകൾ എൻ്റെ മനസ്സിൽ നിറച്ചു. മരിക്കുന്നതിനു മുമ്പ് യേശു തൻ്റെ ശിഷ്യന്മാരോടൊപ്പം വിപുലമായ ഒരു പെസഹ അത്താഴം പങ്കിടുകയുണ്ടായി. താമസം വിന താൻ കഷ്ടമനുഭവിച്ചു മരിക്കുമെന്ന് യേശു അവരോട് പറഞ്ഞു. യഥാർത്ഥത്തിൽ യേശു ആ രാത്രി തന്നെ പിടിക്കപ്പെടുകയായിരുന്നു. ഈ ഒരു പശ്ചാത്തലത്തിൽ യേശു അപ്പമെടുത്തു, ദൈവത്തെ വാഴ്ത്തി സ്തുതിച്ചുകൊണ്ട് അത് നുറുക്കി അവർക്ക് നൽകി. ഇത് നിങ്ങൾക്ക് വേണ്ടി നൽകുന്ന എൻ്റെ ശരീരം, എൻ്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യുവീനെന്ന് അവൻ അവരോട് പറഞ്ഞു. യേശു അവർക്ക് വീഞ്ഞിൻ്റെ പാനപാത്രവും കൊടുത്തുകൊണ്ട്, ഈ പാനപാത്രം നിങ്ങൾക്ക് വേണ്ടി ചൊരിയുന്ന എൻ്റെ രക്തത്തിലെ പുതിയ നിയമം ആകുന്നു എന്ന് പറഞ്ഞു. തൊട്ടടുത്ത ദിവസം യേശു ക്രൂശിക്കപ്പെട്ടു. 3 ദിവസത്തിന് ശേഷം അവൻ ഉയർത്തെഴുന്നേറ്റു. ഒടുവിൽ സ്വർഗത്തിലേക്ക് മടങ്ങിപ്പോയി. എന്നിട്ടും ഇന്നും അവൻ്റെ ശിഷ്യന്മാരായ നാം ഇപ്പോഴും അവൻ്റെ ഓർമ്മയ്ക്കായി അപ്പം നുറുക്കി വീഞ്ഞ് പങ്കിടുന്നു. കാരണം അത് യേശു തന്നെ സ്ഥാപിച്ച മനോഹരമായൊരു സ്മരണയും യേശു വീണ്ടും വരുമെന്ന് ശാശ്വതമായ വാഗ്ദത്തവുമാണ്. നമുക്ക് യേശുവിനെ ശാരീരികമായി കാണാനോ തൊടാനോ കഴിഞ്ഞേക്കില്ലെങ്കിലും യേശു ജീവനുള്ളവനാണെന്നും യേശുവിൻ്റെ സ്നേഹവും ജീവനും പോഷണവും കൊണ്ട് ദിനംതോറും നമ്മെ നിറച്ചുകൊണ്ട് നമ്മോടൊപ്പമുണ്ടെന്നും നമുക്കറിയാം. നാം അപ്പം നുറുക്കുമ്പോൾ യേശുവിൻ്റെ വാഗ്ദത്തം ഓർമ്മിച്ചുകൊണ്ട് യേശുവിനെ പോലെയാകാനായി നമ്മെ ഉള്ളിൽ നിന്ന് പരിവർത്തനം ചെയ്യാൻ യേശുവിനെ അനുവദിക്കുക. ദൈവത്തിന് മഹത്വം.